ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതി സച്ചിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ സച്ചിയുടെയും രേവതിയുടെയും കഥയിൽ വമ്പൻ ട്വിസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ രവീന്ദ്രൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം സച്ചിയാണ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടല്ലേ. നമ്മുടെ സച്ചി തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. ആ ജീവനായ അച്ഛന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് വേദന, താൻ ഹൃദയം പൊട്ടിപ്പോയ ചില നിമിഷങ്ങളൊക്കെ, അല്ലെങ്കിൽ ബോധമില്ലാതെ, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട് പണമില്ലാതെയൊക്കെ വന്നപ്പോൾ തൻ്റെ നിയന്ത്രണം വിട്ടുപോയി ചില പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഭയപ്പെടുത്തുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം എല്ലാം സുഖമായി, അല്ലെങ്കിൽ ഇനിയിപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ രവീന്ദ്രൻ്റെ വീട്ടിൽ മടക്കിക്കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം എന്ന വാർത്ത കേട്ട് വളരെ സന്തോഷമൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ രവീന്ദ്രനെ പരിപാലിക്കുവാൻ സച്ചി ഇപ്പോഴും കൂടെയുണ്ട് കേട്ടോ. എന്തായാലും സച്ചി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു ആശ്വാസമൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം കാണുന്ന നമ്മൾ രേവതി വീട്ടിലേക്ക്, തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. വളരെ സങ്കടത്തോടും കണ്ണുനീരോടും കൂടിയാണ് രേവതി പോകുന്നത്. അങ്ങനെ വീട്ടിൽ വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുകയാണ്. തൻ്റെ അമ്മയ്ക്കും സഹോദരനും സഹോദരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഇതിനിടയിൽ പറയുന്നുണ്ട്, തൻ്റെ അമ്മ ഉപദേശിക്കുന്നുണ്ട്, മോളെ നീ ഇവിടെ നിന്നാൽ ശരിയാവിയല്ല, സച്ചിയെ പറഞ്ഞ് നീ മനസ്സിലാക്കണം, നിനക്ക് നിൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ മനസ്സിലാകത്തില്ല. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇനി ഞാൻ എങ്ങനെയാണ് പോകുന്നത്? എൻ്റെ വീട്ടിൽ ചെന്നപ്പം എന്നെ ഓടിച്ച്, അതുപോലെ ആശുപത്രിയിൽ അച്ഛനെ കാണുവാൻ ചെന്നപ്പോൾ എന്നെ ആട്ടി ഓടിച്ച്, ഇനി ഞാൻ എങ്ങനെയാണ് സച്ചിയോട് അല്ലെങ്കിൽ അവിടെ ചെന്ന് എൻ്റെ നിരപരാധിത്വം പറയുന്നത്? അതുകൊണ്ട് ഇനി അത് നടക്കില്ല. ഒരു കാര്യം ചെയ്തിട്ട് സച്ചിയേട്ടൻ ഇനിയിപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് വിളിച്ചാൽ ഞാൻ പോകാമെന്ന് പറയാം. അപ്പം തൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കല്ല, നിൻ്റെയാണ് ജീവിതം, നീ നിൻ്റെ കാര്യം നോക്കി ഇനി ജീവിക്കണം, അതുകൊണ്ട് നീ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കണം, സച്ചിമോനോട് പോയി പറയണം, നീ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ശ്രീകാന്താണ് ഇതെല്ലാം, ശ്രീകാന്ത് തന്നെ നിന്നെ കൂടെയാണ് പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും എന്ന് പറയുക. എന്തായാലും രേവതി വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നു. രേവതി പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ പോകുകയില്ല, ഞാൻ ഇവിടെ തന്നെയായിരിക്കും, ഇനി നിങ്ങളുടെ കൂടെ ഞാൻ താമസിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, അങ്ങനെയല്ല, മോളുടെ വീട് ഇതല്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് രേവതി അതിശയിച്ചു പോകട്ടോ. അന്നേരം രേവതിയുടെ അമ്മ പറയാം, മോളെ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീട്, അല്ലാതെ നമ്മുടെ പഴയ വീടല്ല എന്നൊക്കെ പറഞ്ഞ് രേവതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേവതി അമ്പിരിമ്പിലും അടുക്കുന്നില്ല. പക്ഷെങ്കിൽ സച്ചി വരട്ടെ, സച്ചി വന്ന് തന്നെ നിരപരാധിത്വം മനസ്സിലാക്കി തന്നെ വിളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ആശിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം. അതിനിടയിൽ കാണുന്നത് സച്ചി നമ്മുടെ രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പം വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ രേവതി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക നമ്മുടെ രവീന്ദ്രൻ. അന്നേരം എല്ലാവരും ഒന്ന് പമ്മി കഴിക്കുന്നുണ്ട് കേട്ടോ. രേവതി എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അച്ഛൻ ചിന്തിക്കേണ്ട, അച്ഛനിപ്പോൾ വിശ്രമിക്കാൻ പറഞ്ഞ് ആ ഹാളിൽ പിടിച്ചിരുത്തുകയാണ്. ഇപ്പോൾ എന്തായാലും ശാരീരികമായിട്ട് വളരെ ടയേർഡായിട്ടാണ് രവീന്ദ്രൻ ഇരിക്കുന്നത്. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, രേവതി ചോദിക്കും. അന്നേരം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ രേവതിയുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളിപ്പോൾ ഈ കാര്യം ഗുളിക കഴിക്കാനും പറഞ്ഞ് അങ്ങനെ ഗുളികയൊക്കെ എടുത്ത് കാണിക്കുക. അപ്പം ഓരോ സമയത്ത് കഴിക്കേണ്ട ഗുളിക. അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുണ്ട്, ശ്രുതിയെ കൊണ്ട് ഓരോ ഗുളികകളും നോക്കുക, അല്ലെങ്കിൽ ശ്രുതിയെ കൊണ്ട് നോക്കുമ്പോൾ ശ്രുതിക്കൊന്നും അറിയത്തില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയത്തില്ല. അപ്പോൾ ശ്രുതിയെ കൊണ്ട് നോക്കിയാണ് എപ്പോൾ കഴിക്കേണ്ട ഗുളികയാണിത്, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഇതിനിടയിൽ ആ തെറ്റിദ്ധാരണയ്ക്ക് വലിയൊരു അയവ് സംഭവിക്കുക കേട്ടോ. അപ്പോൾ ഈ പിന്നെ രേവതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ രേവതിയെക്കുറിച്ച് ആ കാര്യങ്ങൾ ഇവർ പറയുക. രേവതി നമ്മുടെ വീട്ടിലത്തെ അതിനിടയിൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷനുള്ള കാശുണ്ടായത് എന്നൊക്കെ രവീന്ദ്രൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തും എല്ലാവരും പമ്മിക്കളിക്കുക. ഈ സമയത്ത് ഒടുവിൽ ചോദ്യം അധികമായപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, സച്ചിയുടെ കാറ് വിറ്റെന്ന് പറയുക. അപ്പം രവീന്ദ്രൻ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടാകുകയാണ്. എന്തിനാണ് മോനെ നീ കാറ് വിറ്റതെന്ന് ചോദിക്കുക. അച്ഛൻ അത് വിട്, നമ്മൾ അച്ഛൻ്റെ കാര്യം നടക്കുക, അതാണ് എൻ്റെ മെയിൻ കാര്യം, സാരമില്ല, നമുക്ക് വേറെ കാർ എടുക്കാമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോനെ നിൻ്റെ ജീവനല്ലായിരുന്നു ആ കാറ്, നീ എന്തിനാണ് വിറ്റ് എന്ന് ചോദിക്കുക. ഇവിടെ വേറെ പൈസ ഇല്ലായിരുന്നോ, ഇവിടെ നമ്മുടെ ആധാരമെടുത്ത് പണയം വെക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. ആധാരം എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ പെട്ടെന്ന് ആധാരമൊക്കെ കാണാതെ പോയെന്ന് പറയാം. പെട്ടെന്ന് രവീന്ദ്രൻ ഞെട്ടിപ്പോവുക. കാണാതെ പോയോ? അത് അവൾ ആ പൂക്കാരി ആ ആധാരം എടുത്തുകൊണ്ട് പോയെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുക. വീട് വിട്ട് ഇറങ്ങിയത് ആധാരവുമായിട്ടാണ് എന്ന് രവീന്ദ്രനോട് പറയുമ്പം നിങ്ങളോട് ആരാണ് ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് അതെ അങ്ങനെയാണ് സംഭവിച്ചത്, സച്ചി ഇവിടെ വന്ന് അന്വേഷിച്ച് ആധാരം ഇരിക്കുന്ന എവിടെ വെച്ചേക്കുന്നൊക്കെ അന്വേഷിച്ചു, ഒന്നും കണ്ടില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റി, ആ ആധാരം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സച്ചി ചോദിക്കുക എന്താണ് അച്ഛൻ എന്താ ഈ പറയുന്നത് ചോദിക്കുക. അപ്പോഴാണ് രവീന്ദ്രൻ പറയാണ് അന്ന് ആധാരം രേവതിയെ കൊടുത്തത് രാത്രി തന്നെ രവീന്ദ്രൻ്റെ അടുക്കൽ ആരും അറിയാതെ ചെല്ലുകയും അച്ഛാ ഇത് ഞാൻ സൂക്ഷിക്കാൻ എനിക്ക് അധികാരമില്ല എനിക്ക് വയ്യ, അതുകൊണ്ട് അച്ഛൻ തന്നെ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സൂക്ഷിക്കുക എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ആ രാത്രി തന്നെ രേവതി തിരിച്ചു തന്നിരുന്നു. അങ്ങനെ ഈ സാധനം ഈ ആധാരം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പറയുക. അങ്ങനെ ഈ ആധാരം വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുക, സച്ചിൻ ഞെട്ടിപ്പോവുക. അങ്ങനെ പിന്നെ രേവതി എന്ത് ചെയ്യും ചോദിക്കുകയാണ്. അങ്ങനെ വലിയ വിഷയമായി രേവതിയെക്കുറിച്ച് അന്വേഷണമായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന് ഗുളിക എടുത്ത് കൊടുക്കുക. അപ്പോൾ ഗുളികയും വെള്ളമൊക്കെ എടുത്ത് ശ്രുതി കൊണ്ട് കൊടുക്കുമ്പോൾ ഇല്ല ഞാൻ കഴിക്കുകയാലെന്ന് പറയാം. അതിനാച്ചാ കഴിക്കാത്തേ? അപ്പം ഇദ്ദേഹത്തിൻ്റെ രവീന്ദ്രൻ്റെ ദേഷ്യം ഉണ്ടാകാതെ ടെൻഷൻ ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും സച്ചി അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ ഇത് കഴിക്കുക, ഇതൊക്കെ സമയത്ത് കഴിക്കേണ്ടതെന്ന് പറയാം. ഇല്ല രേവതി വരട്ടെ എന്നൊരൊറ്റ വാക്ക് പറയാം. രേവതിയോ? രേവതി വന്നിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് എല്ലാവരും ഞെട്ടുക. ഇതെന്നാ അച്ഛാ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാതെ, ഇതിപ്പോൾ വയ്യാതെ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക സച്ചി കേട്ടോ. ഇല്ല ഞാൻ രേവതി വരാതെ ഞാൻ ഗുളികയും കഴിക്കുകയില്ല, പച്ചവെള്ളവും കുടിക്കുകയില്ല എന്ന് പറയാം. അപ്പം എന്നാൽ വെള്ളമെങ്കിലും കുടിക്കാൻ പറയും. വെള്ളവും കുടിക്കുകയില്ല, ഗുളികയും കഴിക്കുകയില്ല, രേവതി വരട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ വലിയ ധർമ്മസങ്കടത്തിലായി പോകുന്ന സച്ചിയുടെ ഒരു സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ചന്ദ്രമതിക്ക് അത് വലിയ ഷോക്കായി പോവുകയാണ്. അപ്പം ശ്രുതിക്കൊക്കെ അത് വലിയ ഷോക്കായി പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ സച്ചി എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. സച്ചിയോട് അവസാനമായി എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് പറയാം നീ പോയി എത്രയും വേഗം രേവതിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും രേവതി വരാതെ ഞാനൊരു പച്ചവെള്ളം കുടിക്കുകയില്ല, ഒരു ഗുളികയും കഴിക്കില്ല എന്നൊരു വലിയൊരു നിബന്ധന അല്ലെങ്കിൽ വലിയൊരു തീരുമാനം രവീന്ദ്രൻ എടുക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും നാളെ കഴിഞ്ഞായിരിക്കും നമുക്ക് നമ്മുടെ രേവതിയെ സച്ചി തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലയോ എന്നറിയുന്നത്. എന്തായാലും നാളത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.